ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഊർജം നൽകുന്നത് എന്തായിരിക്കും? നമ്മുടെ സൂര്യനും കോടിക്കണക്കിന് വരുന്ന മറ്റ് നക്ഷത്രങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇത്രയും കാലം കത്തിജ്വലിച്ച് നിൽക്കുന്നത്? ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട്: ഫ്യൂഷൻ. ഇന്ന് നമ്മൾ ഈ പ്രപഞ്ചശക്തിയുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. ഭൂമിയിൽ വെച്ച് ഒരു നക്ഷത്രത്തെ കുപ്പിയിലാക്കാൻ ശ്രമിക്കുന്നതിന്റെ ശാസ്ത്രത്തിലേക്ക്. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സൂര്യൻ, പിന്നെ ഒരു ഹൈഡ്രജൻ ബോംബ്. രണ്ടിന്റെയും പിന്നിലുള്ള അടിസ്ഥാന തത്വം ഒന്നുതന്നെയാണ്: ന്യൂക്ലിയർ ഫ്യൂഷൻ. പക്ഷേ ഒന്ന് നമുക്ക് ജീവൻ തരുന്നു, മറ്റൊന്ന് സർവ്വതും നശിപ്പിക്കുന്നു. അപ്പോൾ ഈയൊരു വിശകലനത്തിൽ ഈ അവിശ്വസനീയമായ ശക്തിയുടെ സൃഷ്ടിപരവും അതേസമയം വിനാശകരവുമായ വശങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചെറിയ ആറ്റങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് വലിയ ആറ്റങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയാണിത്. ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഹീലിയം ആറ്റം ഉണ്ടാകുന്നത് പോലെ. ഈ പ്രോസസ്സിൽ കുറച്ച് പിണ്ഡം അഥവാ മാസ് ഊർജ്ജമായിട്ട് മാറും. വെറും ഊർജ്ജമല്ല, അതിഭീമമായ അളവിൽ. ഇതാണ് നക്ഷത്രങ്ങൾക്ക് ഇന്ധനമാകുന്നത്. നമ്മുടെ സ്വന്തം സൂര്യന്റെ കാര്യം എടുത്തു നോക്കാം. അവിടെ നടക്കുന്ന പ്രധാന ഫ്യൂഷൻ പ്രക്രിയയുടെ പേരാണ് പ്രോട്ടോൺ സൈക്കിൾ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, 4 ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ, അതായത് പ്രോട്ടോണുകൾ, ഒരുമിച്ച് ചേർന്ന് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. ഈയൊരു പ്രക്രിയയാണ് സൂര്യനെ കോടിക്കണക്കിന് വർഷങ്ങളായി ഇങ്ങനെ പ്രകാശിപ്പിച്ചു നിർത്തുന്നത്. എന്നാൽ ഇതിലൊരു രസകരമായ കാര്യമുണ്ട്. സൂര്യനിലെ ഈ പ്രവർത്തനമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഭയങ്കര സ്ലോ ആണ്. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് 2 പ്രോട്ടോണുകൾ തമ്മിൽ ഒന്നിക്കുന്നത്, അവിശ്വസനീയമാം വിധം പതിയെ നടക്കുന്ന ഒന്നാണ്. അതൊരു തരത്തിൽ നമ്മുടെ ഭാഗ്യമാണ്. കാരണം ഈ വേഗത കുറവുകൊണ്ടാണ് സൂര്യൻ അതിന്റെ ഇന്ധനം വളരെ സാവധാനം കത്തിക്കുന്നതും കോടിക്കണക്കിന് വർഷങ്ങൾ നിലനിൽക്കുന്നതും. സൂര്യനിലെ ഫ്യൂഷൻ നമുക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു നിഗൂഢത മുന്നോട്ട് വരുന്നത്: സോളാർ ന്യൂട്രിനോ പ്രശ്നം. ഈ ഫ്യൂഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ന്യൂട്രിനോ എന്ന് പറയുന്നൊരു കണിക ഉണ്ടാകുന്നുണ്ട്. അത് സൂര്യന്റെ ഉള്ളിൽ നിന്ന് നേരിട്ട് നമ്മളിലേക്കെത്തും. പക്ഷേ നമ്മുടെ തിയറികൾ വെച്ച് കണക്കുകൂട്ടുന്നതിന്റെ 1/3 ന്യൂട്രിനോകളെ മാത്രമേ നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനർത്ഥം ഒന്നുകിൽ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവിൽ എന്തോ ഒരു വിടവുണ്ട്, അല്ലെങ്കിൽ ഈ ന്യൂട്രിനോകളെക്കുറിച്ച് നമ്മൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. ശരി, ഇനി സൂര്യനിൽ നിന്ന് നമുക്ക് ഭൂമിയിലേക്ക് വരാം. ഇവിടെ ഒരു ഫ്യൂഷൻ റിയാക്ടർ ഉണ്ടാക്കണമെങ്കിൽ സൂര്യനിലെ പോലെ പതുക്കെയുള്ള പ്രവർത്തനം പോരാ, വളരെ വളരെ വേഗതയേറിയത് തന്നെ വേണം. അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവ് ചാർജുള്ള അണുകേന്ദ്രങ്ങൾ, അതായത് ന്യൂക്ലിയസുകൾ, സ്വാഭാവികമായും പരസ്പരം വികർഷിക്കും. ഒരേപോലെയുള്ള ചാർജുകൾ തള്ളിമാറ്റുമല്ലോ. ഈ വികർഷണ ബലത്തെയാണ് നമ്മൾ കൂളോം ബലം എന്ന് വിളിക്കുന്നത്. ഇതിനെ മറികടന്നാൽ മാത്രമേ അവയെ തമ്മിലൊന്നിപ്പിക്കാൻ പറ്റൂ. ഭൂമിയിലെ ഫ്യൂഷനായി ശാസ്ത്രജ്ഞർ നോക്കുന്ന പ്രധാന ഇന്ധനങ്ങളാണിത്. ഹൈഡ്രജന്റെ തന്നെ വകഭേദങ്ങളായ ഡ്യൂട്ടീരിയവും ട്രീഷ്യവുമാണ് മെയിൻ. ഈ ടേബിളൊന്ന് നോക്കൂ. ഡ്യൂട്ടീരിയം ട്രീഷ്യം അഥവാ DT പ്രവർത്തനം മറ്റുള്ളവയേക്കാൾ എത്രയോ അധികം ഊർജ്ജമാണ് പുറത്തുവിടുന്നത്: 17.6 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഊർജ്ജത്തിന്റെ കാര്യം മാത്രമല്ല, എത്ര വേഗത്തിൽ പ്രവർത്തനം നടക്കുമെന്നതും പ്രധാനമാണ്. ഈ ചാർട്ട് നോക്കിയാൽ കൃത്യമായി മനസ്സിലാകും. നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന താപനിലയിൽ DT പ്രവർത്തനത്തിന്റെ നിരക്ക് വളരെ വളരെ കൂടുതലാണ്. അതായത് ഒരേ സാഹചര്യത്തിൽ കൂടുതൽ ഫ്യൂഷൻ നടക്കും. ഇതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ഫ്യൂഷൻ റിയാക്ടർ പരീക്ഷണങ്ങളിൽ DT ഇന്ധനം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ഭൂമിയിലൊരു കുഞ്ഞു നക്ഷത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? 3 കാര്യങ്ങൾ. പക്ഷേ ഈ 3ഉം നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല. 1, അതിതീവ്രമായ താപനില. 2, വളരെ ഉയർന്ന സാന്ദ്രത. പിന്നെ മൂന്നാമത്തേത്, ഈ സാഹചര്യങ്ങൾ അതേപോലെ നിലനിർത്താനാവശ്യമായ സമയം. ആദ്യത്തേത് താപനില. നമുക്ക് വേണ്ടത് 10 കോടി കെൽവിനാണ്. ഇത് സൂര്യന്റെ ഏറ്റവും ഉള്ളിലുള്ള താപനിലയേക്കാൾ എത്രയോ മടങ്ങൾ കൂടുതലാണ്. ഇത്രയും ഭയങ്കരമായ ചൂടുണ്ടെങ്കിലേ ന്യൂക്ലിയസുകൾക്ക് അവയുടെ പരസ്പരമുള്ള വികർഷണത്തെ മറികടന്ന് ഒന്നിക്കാനുള്ള ഊർജ്ജം കിട്ടുകയുള്ളൂ. എന്നാൽ ഒരുപാട് ചൂടാക്കിയാൽ മാത്രം പോരാ. ഈ അതിയായ ചൂടുള്ള ഇന്ധനം, അതിനെ പ്ലാസ്മ എന്നാണ് പറയുക, അതിലെ കണങ്ങൾ കൂട്ടിയിടിക്കുമ്പോൾ ഒരുതരം റേഡിയേഷൻ പുറത്തുവിടും. ഇതിനെ ബ്രിംസ്ട്രാലോങ് എന്ന് പറയും. ഇതുവഴി എപ്പോഴും ഊർജ്ജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്യൂഷൻ വിജയിക്കണമെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ഊർജ്ജം അവിടെ ഉൽപ്പാദിപ്പിക്കണം. ഇതിന് താപനില ഏകദേശം 4 കിലോ ഇലക്ട്രോൺ വോൾട്ടിനു മുകളിൽ എത്തേണ്ടതുണ്ട്. അവസാനമായി ലോസൻ മാനദണ്ഡം. ഒരു ഫ്യൂഷൻ റിയാക്ടർ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന പ്രധാന ഘടകം ഇതാണ്. സിംപിളായി പറഞ്ഞാൽ, ഇന്ധനത്തിന് എത്രത്തോളം സാന്ദ്രതയുണ്ട് N, പിന്നെ ആ ഉയർന്ന താപനിലയിലും സാന്ദ്രതയിലും അതിനെ എത്ര നേരം പിടിച്ചു നിർത്താൻ കഴിയും T എന്നതിനെ ആശ്രയിച്ചിരിക്കും വിജയം. ഇവ രണ്ടും കൂടി ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഒരു നിശ്ചിത സംഖ്യയേക്കാൾ കൂടുതലായിരിക്കണം.
DT ഫ്യൂഷന്റെ കാര്യത്തിൽ ഇത് 10 ശേഷം 20 പൂജ്യങ്ങൾ വരുന്ന ഒരു വലിയ സംഖ്യയാണ്. ഇത് നേടിയെടുക്കുക എന്നത് തന്നെ വലിയൊരു വെല്ലുവിളിയാണ്. 10 കോടി ഡിഗ്രി ചൂടുള്ള ഒന്നിനെ ഏതു പാത്രത്തിലാണ് സൂക്ഷിക്കാൻ പറ്റുക? പറ്റില്ല. അപ്പോൾ അതിനെ ഒരിടത്തും തൊടാതെ സൂക്ഷിക്കണം. ഇതിനായിട്ട് 2 പ്രധാന വഴികളാണ് ശാസ്ത്രജ്ഞർ നോക്കുന്നത്. ഒന്ന്, ശക്തമായ കാന്തങ്ങൾ ഉപയോഗിച്ച് അതിനെ ഒരിടത്ത് ഒതുക്കി നിർത്തുന്ന കാന്തിക നിയന്ത്രണം. 2, അതിവേഗം അതിനെ ഞെരുക്കി കത്തിച്ച് ഫ്യൂഷൻ സാധ്യമാക്കുന്ന ജഡത്വ നിയന്ത്രണം. കാന്തിക നിയന്ത്രണത്തിൽ ഏറ്റവും പ്രചാരമുള്ള ഡിസൈനാണ് ടോക്കാമാക്. ഇതൊരു ഡോണറ്റിന്റെ ആകൃതിയിലുള്ള വലിയൊരു യന്ത്രമാണ്. ഇതിലെ അതിശക്തമായ കാന്തിക ക്ഷേത്രങ്ങൾ ഉപയോഗിച്ച് ചൂടുള്ള പ്ലാസ്മയെ ഭിത്തികളിലൊന്നും തട്ടാതെ ഒരു കാന്തിക കുപ്പിക്കുള്ളിലെന്ന പോലെ പിടിച്ചു നിർത്തുന്നു. പ്ലാസ്മയിലൂടെ വൈദ്യുതി കടത്തിവിട്ടും പുറത്തുനിന്ന് അതിവേഗ കണങ്ങളെ അതിലേക്ക് ഇടിച്ചു കയറ്റിയുമൊക്കെയാണ് ഇതിന് ആവശ്യമായ താപനിലയിലേക്ക് എത്തിക്കുന്നത്. ജഡത്വ നിയന്ത്രണം ഒരു പ്രപഞ്ച ചുറ്റികയുടെ പ്രവർത്തനം പോലെയാണ്. ഒരു കടുകുമണിയോളം മാത്രം വലുപ്പമുള്ള ഇന്ധനതരിയിലേക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസറുകൾ ഒരേ സമയം പതിപ്പിക്കുന്നു. ഇതാ തരിയുടെ പുറംപാളിയെ ഒരു റോക്കറ്റ് പോലെ ഉള്ളിലേക്ക് തള്ളും. ഇതോടെ അതിന്റെ ഉൾഭാഗം അതിഭീമമായ സാന്ദ്രതയിലേക്കും താപനിലയിലേക്കും ഞെരിഞ്ഞമർന്ന് ഒരു നൊടിയിട കൊണ്ട് ഫ്യൂഷൻ നടക്കും. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നിയന്ത്രിത ഫ്യൂഷനെക്കുറിച്ചാണ്. അതായത് നമുക്ക് പ്രയോജനകരമായ രീതിയിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച്. എന്നാൽ ഈ ശക്തിക്ക് ഒരു ഇരുണ്ട വശമുണ്ട്. ഒരു ഹൈഡ്രജൻ ബോംബ്. അത് മറ്റൊന്നുമല്ല, നിയന്ത്രണമില്ലാത്തൊരു ഫ്യൂഷൻ പ്രവർത്തനമാണ്. ഒരു സാധാരണ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുമ്പോഴുണ്ടാകുന്ന ഭീമമായ ചൂടും മർദ്ദവുമാണ് ഫ്യൂഷൻ ഇന്ധനത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ഹൈഡ്രജൻ ബോംബിന്റെ ഇന്ധനം? അത് ലിഥിയം ഡ്യൂട്രൈഡ് എന്നൊരു ഖരപദാർത്ഥമാണ്. ഇവിടെ ഒരു കൗശലമുണ്ട്. ആദ്യത്തെ ഫിഷൻ സ്ഫോടനത്തിൽ നിന്ന് വരുന്ന ന്യൂട്രോണുകൾ ലിഥിയവുമായി പ്രവർത്തിച്ച് ട്രീഷ്യമുണ്ടാക്കുന്നു. ഈ ട്രീഷ്യം അവിടെ തന്നെയുള്ള ഡ്യൂട്ടീരിയവുമായി ചേർന്ന് വളരെ പെട്ടെന്ന് അതിശക്തമായ DT ഫ്യൂഷൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ആധുനിക തെർമോന്യൂക്ലിയർ ആയുധങ്ങളുടെ ഭീകരമായ പ്രഹരശേഷിയുടെ രഹസ്യം ഈ 3 ഘട്ടങ്ങളുള്ള പ്രക്രിയയാണ്. ആദ്യം ഒരു ചെറിയ ഫിഷൻ ബോംബ് പൊട്ടുന്നു. അത് ഫ്യൂഷൻ ഇന്ധനത്തെ ജ്വലിപ്പിക്കുന്നു. ഈ ഫ്യൂഷനിൽ നിന്നുണ്ടാകുന്ന അതിവേഗ ന്യൂട്രോണുകൾ ബോംബിന്റെ പുറംകവചത്തിലുള്ള സാധാരണ യുറേനിയത്തെപ്പോലും വിഭജിച്ച് മൂന്നാമതും ഒരു വലിയ ഫിഷൻ സ്ഫോടനത്തിന് കാരണമാകുന്നു. ഫിഷൻ, ഫ്യൂഷൻ, പിന്നെയും ഫിഷൻ. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഒരേ ശാസ്ത്രം, ഒരേ തത്വം. ഒന്ന് കോടിക്കണക്കിന് വർഷങ്ങളായി ജീവൻ നിലനിർത്തുന്ന സൂര്യനെ ഉണ്ടാക്കുന്നു. മറ്റൊന്ന് നിമിഷനേരം കൊണ്ട് എല്ലാം നശിപ്പിക്കാൻ കഴിവുള്ള ആയുധങ്ങളും ഉണ്ടാക്കുന്നു. ഫ്യൂഷൻ നമുക്ക് തരുന്നത് നക്ഷത്രങ്ങളുടെ ശക്തിയാണ്. ചോദ്യം ഇതാണ്: ആ ശക്തി കൈകാര്യം ചെയ്യാൻ മാത്രം മനുഷ്യരാശി പക്വത നേടിയിട്ടുണ്ടോ?